+1 അഡ്മിഷൻ 2025 നിങ്ങളെല്ലാവരും അലോട്ട്മെന്റ് ലഭിക്കുന്നതും കാത്തിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് വരാൻ പോകുന്നത്. ജൂൺ 2-ന് അലോട്ട്മെന്റ് ലഭിക്കും. ജൂൺ 2-ന് വൈകുന്നേരം 5 മണിക്കാണ് പറഞ്ഞതെങ്കിലും ഏർലി മോർണിംഗിൽ തന്നെ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് വൈകുന്നേരം 5 മണിക്ക് പറഞ്ഞിട്ട് ഏർലി മോർണിംഗിൽ ലഭിച്ചിരുന്നു. രാവിലെ ഒരു 7 മണിക്കൊക്കെ ട്രയൽ അലോട്ട്മെന്റ് വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് അതുപോലെ ഏർലി മോർണിംഗിൽ തന്നെ പ്രതീക്ഷിക്കാം. ആ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ എന്ത് ചെയ്യണം, ലഭിക്കാത്ത ആളുകൾക്ക് പിന്നെ എന്താണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല അലോട്ട്മെന്റ് പ്രോസസ്സിലുടനീളം എന്താണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്, ലഭിക്കാതിരുന്നാൽ ചെയ്യാനുള്ളത്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ കൊണ്ടുപോകണം, എങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും, എന്താണ് ടെമ്പററി അഡ്മിഷൻ, എന്താണ് പെർമനന്റ് അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായി ചോദിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി നൽകിയ സ്കൂൾ കോഴ്സിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. നേരെ സ്കൂളിൽ പോകുന്നു, അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ TC വേണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. അത് സ്കൂളിൽ നിന്ന്, നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കയ്യിൽ വെക്കുക, ആധാർ കാർഡ് കയ്യിൽ വെക്കുക. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. റേഷൻ കാർഡും കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. അഡ്മിഷൻ എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെന്റ് ലഭിച്ച അലോട്ട്മെന്റ് മെമ്മോ കൂടി ഒരു പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചോളൂ. ഇനി അഥവാ അലോട്ട്മെന്റ് മെമ്മോ കയ്യിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂളിൽ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത മറ്റേതെങ്കിലും പ്രയോറിറ്റിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ആ വിദ്യാർത്ഥിയാണ് അവിടെ തീരുമാനിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇനി ഞാൻ പെർമനന്റ് അഡ്മിഷൻ എടുക്കണോ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഫസ്റ്റ് പ്രയോറിറ്റി കഴിഞ്ഞാൽ പെർമനന്റ് അഡ്മിഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത മറ്റേതെങ്കിലും പ്രയോറിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി അതിൽ 100% സാറ്റിസ്ഫൈ ആണെങ്കിൽ, ചിലപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത സ്കൂളിലും ചില വിദ്യാർത്ഥികൾ സാറ്റിസ്ഫൈ ആകും. അങ്ങനെ 100% സാറ്റിസ്ഫൈ ആണെങ്കിൽ ആ വിദ്യാർത്ഥി വേറെ ഒന്നും നോക്കാനില്ല, സ്കൂളിൽ പോകുന്നു, അഡ്മിഷൻ എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അതേ ഡോക്യുമെന്റ്സ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുന്നു, അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നു. എങ്ങനെ 100% ലഭിച്ച അലോട്ട്മെന്റിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ. ഇനി ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, ഫസ്റ്റ് പ്രയോറിറ്റി അല്ല മറ്റേതോ ഒരു പ്രയോറിറ്റിയാണ് ലഭിച്ചതെങ്കിൽ ആ വിദ്യാർത്ഥി ഒരുപക്ഷെ 100% സാറ്റിസ്ഫൈ ആവില്ല. കുറച്ചുകൂടെ ബെറ്റർ സ്കൂളായ ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് തന്നെ എങ്ങനെയെങ്കിലും അഡ്മിഷൻ എത്താൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ടാവും. അത്തരം വിദ്യാർത്ഥികൾ മറ്റൊന്നും ചെയ്യാനില്ല, അവർ ടെമ്പററി അഡ്മിഷൻ ആണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെമ്പററി അഡ്മിഷനും പെർമനന്റ് അഡ്മിഷനും തമ്മിലുള്ള മാറ്റത്തിലുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതെല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിൽ നമ്മൾ ഫീസ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം. ടെമ്പററി അഡ്മിഷന്റെ ഫീസ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത മറ്റേതെങ്കിലും പ്രയോറിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഇനി അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എന്നല്ല ഒരു അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മറ്റൊന്നും ചെയ്യാനില്ല. അവർ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ചോളും, അലോട്ട്മെന്റ് ലഭിച്ചോളും. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ തരത്തിൽ അവർക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ആണെങ്കിൽ നിർബന്ധമായിട്ടും പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത മറ്റേതെങ്കിലും പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ എടുത്ത്, നിങ്ങൾ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് തേർഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത ഏതെങ്കിലും സ്കൂളോ കോഴ്സോ അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം, അല്ലാത്തവർക്ക് പെർമനന്റ് എടുക്കുകയും ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ ലഭിക്കുമ്പോൾ ചെയ്യാനുള്ളത്. ഇനി തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഈ ടെമ്പററി എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ഏത് പ്രയോറിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കൂളിൽ കോഴ്സിൽ നിർബന്ധമായിട്ടും ചേർന്നിരിക്കണം. ചേർന്നിട്ട് നിങ്ങൾ അഥവാ സ്കൂൾ കോഴ്സിൽ സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്ഫറിന് വേണ്ടി ഒരു അവസരം വരും. ആ ട്രാൻസ്ഫറിന് അവസരം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ കോഴ്സിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്യാം. മിക്കവാറും വിദ്യാർത്ഥികൾക്കൊക്കെ അത് മാറാൻ കഴിയാറുണ്ട്. നിങ്ങളുടെ ഭാഗ്യം പോലെയും കൂടിയാണ് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും അതാണ് പിന്നെ നിങ്ങൾക്കുള്ള അവസാന ഓപ്ഷൻ. ഇനി ഈ 3 അലോട്ട്മെന്റിലും ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് ഇനി അടുത്ത പോം വഴി എന്ന് പറയുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് അലോട്ട്മെന്റ് അപേക്ഷ, അതായത് സിംഗിൾ വിൻഡോ അപേക്ഷ പുതുക്കി നൽകുക. ആ സമയത്ത് സ്കൂൾ കോഴ്സ് കോമ്പിനേഷനിലുള്ള
വാക്കൻസീസ് ഒക്കെ ഈ HSCAP സൈറ്റിൽ നിങ്ങൾ അറിയിക്കും. അത് പ്രകാരം നിങ്ങൾ സ്കൂൾ കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹപ്രകാരം നോക്കി അലോട്ട്മെന്റ് അപേക്ഷ ഒന്ന് പുതുക്കി നൽകുകയാണ് ചെയ്യേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയം, വളരെ പ്രധാനപ്പെട്ട സംശയമാണ്. ചില ആളുകൾ VHSCക്കും അതുപോലെ തന്നെ HSC ഹയർ സെക്കൻഡറിക്ക് ഒരുപോലെ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. രണ്ട് സ്ഥലത്തു നിന്നും അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് VHSCയിലും HSCയിലും രണ്ടിലും ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും SSLC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് ഈ TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഒറിജിനൽ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ VHSCയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ HSCയിൽ ഹയർ സെക്കൻഡറിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡ്മിഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് പെർമനന്റ് ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും. പിന്നെ വേറെ സംശയം, ചില വിദ്യാർത്ഥികൾ HSCയിൽ അടുത്തടുത്ത് ഈ പ്രത്യേകിച്ചും ബോർഡറിലൊക്കെ, ജില്ലകളുടെ ബോർഡറിൽ അതിർത്തികളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒരേ സമയം രണ്ട് ജില്ലകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊരു സംശയം, രണ്ട് ജില്ലകളിലും അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, രണ്ടും ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്ത ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, രണ്ടിടത്തും പോയിട്ട് എന്നുള്ള സംശയം. ഇവിടെയും ഇതേ പ്രശ്നം വരും. നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുത്തത് അവിടെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് മൊത്തം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വീണ്ടും കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്തും കൂടെ അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. നിങ്ങളെ ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റുകളായി ചോദിക്കുക. താങ്ക് യു.